ദൈവമേ നീ എന്നിൽ അനുദിനവും വളരണമേ, ഞാനോ കുറയണമേ. വിശുദ്ധ ലൂക്കാ സുവിശേഷം അധ്യായം 1. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലപ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അവൾ സക്രിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരുവാനുള്ള ഈ ഭാഗ്യം എനിക്കെവിടെ നിന്ന്? ഇതാ, നിന്റെ അഭിവാദനത്തിൻ്റെ സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച അങ്ങ് ഭാഗ്യവതിയാണ്. അപ്പോൾ മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരങ്ങളിൽ അഹങ്കരിച്ചവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനങ്ങളിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നനെ വെറും കൈയോട് പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരെ അബ്രഹാത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ. മറിയം എലിസബത്തിനോടൊപ്പം 3 മാസത്തോളം താമസിച്ചു. പിന്നെ സ്വഭവനത്തിലേക്ക് മടങ്ങി. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ സ്വർഗീയ സ്വാതന്ത്ര്യത്തിന്റെ ആത്മീയത ധ്യാനിക്കാം. ഇന്ന് ആഗോള തിരുസഭ പരിശുദ്ധ കന്യകാ മാതാവിന്റെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കുന്നു. ഭാരതത്തിലെ മക്കളെന്ന നിലയിൽ ഭാരതത്തിന്റെ 77ാമത് സ്വാതന്ത്ര്യ ദിനവും ഈ ദിനം ആഘോഷിക്കുന്നു. ഈ വിശുദ്ധ ദിനത്തിന്റെ എല്ലാ നന്മകളും പ്രാർത്ഥനകളും സ്നേഹപൂർവ്വം നേരുന്നു. പരിശുദ്ധ അമ്മ ഭൂമിക്ക് നൽകിയ ഏറ്റവും മഹത്തായ മാതൃക ദൈവ തിരുഹിതത്തിന് മുമ്പിൽ വിശ്വസ്തയോടുകൂടി ജീവിക്കുമ്പോൾ ഒരു മനുഷ്യന് ലഭിക്കുന്ന സ്വർഗീയ നന്മകളുടെ അടയാളമായിട്ടാണ്. സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വരുവാൻ ഈ പരിശുദ്ധ അമ്മയുടെ നിർമ്മലമായ ജീവിതവും പരിപൂർണമായ സമർപ്പണവും അനുസരണവും കാരണമായി. നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസ ജീവിതത്തിൽ അനുകരിക്കപ്പെടേണ്ട ഏറ്റവും മഹനീയമായ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണത്. നാം വിശ്വസ്തരെങ്കിൽ, നാം സമർപ്പിതരെങ്കിൽ, നാം അനുസരിക്കുവാൻ സന്നദ്ധരെങ്കിൽ, നാം ദൈവഹിതത്തിനു മുമ്പിൽ പരിപൂർണമായി വിധേയപ്പെടുന്നുവെങ്കിൽ ദൈവം അത്ഭുതകരമായ വിധം നമ്മളിൽ പ്രവർത്തിക്കുകയും നമ്മളിലൂടെ രക്ഷാകരമായ കർമ്മങ്ങൾ സ്വർഗം നിറവേറ്റുകയും ചെയ്യും. ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങേ ഇഷ്ടമെന്ന് നിറവേറട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി സ്വയം സമർപ്പിച്ച പരിശുദ്ധ അമ്മ ക്രിസ്തുവിനെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് അവരന് സ്നേഹസേവനം ചെയ്യുവാൻ എലിസബത്തിന്റെ ഭവനത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. ഈ കാലഘട്ടത്തിൽ നമ്മെ എപ്പോഴും നയിക്കേണ്ട ഒരു ആത്മീയ ചിന്ത കൂടി ഇതാണ്. നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും സഫലമാക്കിയ ശേഷമല്ല നാം ഉടനെ പുറപ്പെടേണ്ടവരും തിടുക്കത്തിൽ യാത്ര ചെയ്യേണ്ടവരും അവരന് സ്നേഹസേവനം ചെയ്യേണ്ടവരുമാണ്. നമ്മുടെ ഇടയിൽ ദുഃഖവും വേദനയും ദുരിതവും അനുഭവിക്കുന്ന സഹോദരങ്ങളുടെ അടുക്കിലേക്ക് ഉടനെ പുറപ്പെടാൻ, വേഗത്തിൽ പോകുവാൻ, നമുക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്തു കൊടുക്കുവാൻ നമ്മൾ സന്നദ്ധരാവുക തന്നെ വേണം. വയനാട് ദുരന്ത ഭൂമിയുമായി ബന്ധപ്പെട്ട് നാം ഇന്നത്തെ തിരുവചന ഭാഗത്തെ ചിന്തിക്കുമ്പോൾ പരിശുദ്ധ അമ്മ എലിസബത്തിന്റെ ഭവനത്തിലാണ് അവളുടെ സാന്നിധ്യം ആവശ്യമുള്ളത് കൊണ്ട് ഓടിപ്പോയതെങ്കിൽ
ഇന്ന് നാം വയനാട് ഭൂമിയിലെ നമ്മുടെ ദുരിതം അനുഭവിക്കുന്ന സഹോദരൻ്റെ അടുക്കിലേക്ക് ഹൃദയവും മനസ്സും ഓടിയെത്തണം. നമ്മുടെ എല്ലാ സഹായവും അവർക്ക് ആശ്വാസവും ഈ പ്രതിസന്ധിയിൽ നിന്ന് അതിജീവിക്കുവാനുള്ള ബലവുമാകണം. പരിശുദ്ധ അമ്മയുടെ ഈ വിശുദ്ധ ദിനത്തെ നമ്മൾ സ്വർഗാരോപണം എന്നാണ് പറയുക. യേശു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തതിനെ നമ്മൾ പറയുന്നത് സ്വർഗാരോഹണം എന്നുമാണ്. ഈ രണ്ട് പദത്തിൻ്റെയും അർത്ഥതലങ്ങൾ നമ്മൾ തിരിച്ചറിയണം. ഇംഗ്ലീഷിൽ അസെൻഷൻ എന്നാണ് സ്വർഗാരോഹണത്തെ പറയുക. അതായത് ദൈവിക ശക്തിയാൽ, തന്നിൽ തന്നെ ദൈവിക ശക്തിയുടെ പൂർണ്ണതയിൽ ക്രിസ്തു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു. എന്നാൽ പരിശുദ്ധ അമ്മയുടെ ഈ സ്വർഗാരോപണത്തെ പറയുന്ന പേര് അസംഷൻ എന്നാണ്. ആ വാക്കിന്റെ അർത്ഥം ദൈവത്താൽ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടവൾ, എടുക്കപ്പെട്ടവൾ എന്നൊക്കെയാണ്. വിശുദ്ധ ബൈബിളിൽ ഏതാനും ചില വ്യക്തികൾ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതായി നാം കാണുന്നു. ഹെനോക്ക് എന്ന വ്യക്തിയാണ് ആദ്യമായി സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട വ്യക്തിയായി കാണുക. പിന്നെ ഏലിയ പ്രവാചകൻ. ദൈവശാസ്ത്രജ്ഞന്മാർ വിശ്വസിക്കുന്നു മോസസ് ദൈവത്താൽ എടുക്കപ്പെട്ടുവെന്ന്. അതുകൊണ്ടാകാം ഒരുപക്ഷെ താബോർ മലയിൽ യേശു രൂപാന്തരപ്പെടുമ്പോൾ ഏലിയായും മോസസും യേശുവിനോട് സംസാരിക്കുന്നത് നാം കാണുക. ദൈവത്തിന്റെ തിരുഹിതത്തിന് പരിപൂർണമായി വിധേയപ്പെട്ടുകൊണ്ടുള്ള സമർപ്പണത്തിന്റെ ആത്മീയതയാണ് ഇവരിൽ എല്ലാവരിലും നാം ദർശിക്കുക. ദൈവം തനിക്ക് ഇഷ്ടമുള്ള വ്യക്തിയുടെ മേൽ ഇഷ്ടമുള്ളതുപോലെ പ്രവർത്തിക്കുന്നു. ആകയാൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുകയും ദൈവത്തിന്റെ ശക്തിയാൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയും ചെയ്ത ഈ ഓരോ വ്യക്തികളും ദൈവമഹത്വത്തിന്റെ അടയാളമാണ്. പരിശുദ്ധ അമ്മ ഭൂമിയിൽ ദൈവഹിതം നിറവേറ്റിയപ്പോൾ സ്വർഗം അവളെ മാനിക്കുകയും ആദരിക്കുകയും ചെയ്തു. അതിൻ്റെ അടയാളം കൂടിയാണ് ഈ വിശുദ്ധ ദിനം. ഭാരത സ്വാതന്ത്ര്യത്തിന്റെ 77 വർഷങ്ങൾ പിന്തുടരുമ്പോൾ നമുക്ക് ഭാരതത്തിന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാം. മാതൃരാജ്യം, ആ രാജ്യത്തോടുള്ള സ്നേഹം, കടപ്പാട് വളരെ വിലയേറിയതാണ്. ഒരമ്മയുടെ മടിത്തട്ടിലിരുന്ന് അമ്മയുടെ മുഖത്തേക്ക് നോക്കി വലിയ ആശ്വാസവും സമാധാനവും കണ്ടെത്തുന്ന ഒരു ശിശുവിൻ്റെ മനസ്സാകണം നമുക്ക് ഓരോരുത്തർക്കും. ഭാരതാംബികയുടെ മടിത്തട്ടിലാണ് നാം ജീവിക്കുക. ആ അമ്മയെ സ്നേഹിക്കുവാൻ, ഭാരതത്തിൻ്റെ എല്ലാ വിശിഷ്ട നന്മകളെയും ആദരിക്കുവാൻ, ഭാരതത്തെ നയിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത അധികാരികളെ അനുസരിക്കുവാൻ, വിശ്വസ്തയോടുകൂടി ഭാരതത്തിൻ്റെ ചട്ടങ്ങളും നിയമങ്ങളും പാലിക്കുവാൻ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ മാതൃരാജ്യത്തോട് കൂടുതൽ സ്നേഹവും ആദരവും പ്രകടിപ്പിക്കുവാൻ നമുക്ക് ഈ ദിനം സഹായമാകട്ടെ. ഒപ്പം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോഴും സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടുകൊണ്ട് അഥവാ നിഷേധിക്കപ്പെട്ടുകൊണ്ട് നൊമ്പരം അനുഭവിക്കുന്ന സകലരെയും ഈ ദിനം ഓർക്കുകയും പ്രാർത്ഥിക്കുകയും വേണം. യേശു പറയുന്നുണ്ട്, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. മനുഷ്യപുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകുമെന്നും. അതെ, ക്രിസ്തുവിന് മാത്രമേ യഥാർത്ഥ സ്വാതന്ത്ര്യം നമുക്ക് നൽകാൻ കഴിയൂ. ലോകം നൽകുന്ന സ്വാതന്ത്ര്യവും സമാധാനമല്ല അത് ദൈവികവും സ്വർഗീയവുമാണ്. ആ ഉന്നതമായ സ്വാതന്ത്ര്യത്തെ ലക്ഷ്യമാക്കി പുണ്യപൂർണ്ണതയിൽ ജീവിക്കുവാൻ എല്ലാ സ്വർഗീയ നന്മകളും കൃപകളും പരിശുദ്ധ അമ്മയുടെ മഹനീയ മാധ്യസ്ഥം വഴി ഈ ദിനം നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ. ദൈവമേ, നീ എന്നിൽ അനുദിനവും